അങ്ങേയറ്റം ധിക്കാരപരമായിട്ടുള്ള ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിച്ച് ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഡിവൈഎഫ്ഐ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സരിൻ ശശിയാണ് ഈ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അഫ്സൽ, അതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് പി എം അഖിൽ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ ഈ പ്രതിഷേധ പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അഫ്സലിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നേരത്തെ സഖാവ് സിറാജ് സൂചിപ്പിച്ചു വെച്ചതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വിലവർധനവിലും പാചകവാതക സിലിണ്ടറിൻ്റെ വിലവർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടെല്ലാം തന്നെ വലിയ സമരങ്ങൾ നടന്നു വരികയാണ്. കേന്ദ്ര സർക്കാർ ഒരു യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു നാണവും മാനവുമില്ലാതെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയേണ്ടതാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതോ കൂടുന്നതോ അല്ല മാനദണ്ഡം. കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഏതെങ്കിലും ഘട്ടത്തിലുണ്ടാകുമ്പോൾ നരേന്ദ്രമോദി അവരെ സഹായിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇസ്രയേൽ, അമേരിക്ക, അതോടൊപ്പം തന്നെ ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട് കുറേ കാലമായി. ഹോർമൂസ് കടലിടുക്കിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം കുറച്ച് കാലമായിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത് 3-4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ വില വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചനയേ ഇല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഒരു ദിവസം 3 രൂപ വർദ്ധിപ്പിക്കുന്നു, മറ്റൊരു ദിവസം 90 പൈസ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഒരാൾക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത വിധത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന നിലയിലുള്ള ഒരു നടപടിയാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ കേരളത്തിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്ന വേളയിൽ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചില കാര്യങ്ങൾ, ഇവിടെ ഇങ്ങനെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ വാങ്ങുന്ന നികുതി, ആ നികുതിയിൽ ഇളവ് വരുത്തിക്കൂടെ എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്. ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, ജനങ്ങളാകെ പ്രയാസത്തിലാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ സംസ്ഥാന നികുതിയിൽ ഇളവ് വരുത്താൻ തയ്യാറുണ്ടോ? ഇതാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. തീർച്ചയായും ഇന്നിങ്ങനെ ഒരു സമരം നടത്തി ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഡിവൈഎഫ്ഐ കാണുന്നത്. നിരന്തരമായ ഇടപെടലിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ നാം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അതിന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സരിനോട് അഭ്യർത്ഥിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യുവജന സഖാക്കളെ, നാട്ടുകാരെ, ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത നിലയിലാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും എല്ലാം വില കുത്തനെ ഏർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ നിൽക്കുന്ന നിമിഷം എത്ര രൂപയാകും പെട്രോളിന് എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കാത്ത നിലയിൽ ഓരോ മിനിറ്റിനും
പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്ന നിലക്കേക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. DYFI നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടിനെ ആകെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലനിർണ്ണയാധികാരം, ആ വിലനിർണ്ണയാധികാരം സർക്കാരുകളിൽ കേന്ദ്രീകരിക്കുകയും ആ സർക്കാരുകൾ നേരത്തെ പിന്തുടരുന്നത് പോലെ ഏതെങ്കിലും നിലയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ കുറവോ കൂടുതലോ ഒക്കെ വന്നാലും അതെല്ലാം സബ്സിഡി കൊടുത്തുകൊണ്ട് അതിൻ്റെ ഭാരം ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ DYFI ആവശ്യപ്പെട്ടതാണ്. നമുക്കറിയാം, ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് പെട്രോളിൻ്റെ ആ വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം ആദ്യം എടുത്തു മാറ്റിയത്. പിന്നീട് വന്നിട്ടുള്ള BJP ഗവൺമെൻറ് ഡീസലിൻ്റെയും വില നിർണ്ണയാധികാരത്തിൻ്റെ അവകാശം എടുത്തു മാറ്റുകയും അത് മാർക്കറ്റിന് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 115 രൂപയായിട്ട് നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എത്രയാകും എന്നത് ഇന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കാത്ത നിലയിൽ ഇതിൻ്റെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വലിയ നിലയിൽ വിലക്കയറ്റം ഈ നാടിനെ ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വില വർധനവ് നമുക്കാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ന്യായീകരണവുമില്ലാത്ത നിലയിലാണ് ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും എല്ലാം വില ഇങ്ങനെ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി പത്രക്കാരെയും പാർട്ടി പ്രവർത്തകരെയും കണ്ടിട്ട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളാരും അടുത്തൊരു വർഷത്തേക്ക് സ്വർണം വാങ്ങാൻ വേണ്ടി പാടില്ല. കോവിഡിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഒരു സെൽഫ് ലോക്ക്ഡൗണിലേക്ക് നിങ്ങളെല്ലാം മാറണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണ്. എന്തിനാണ് സെൽഫ് ലോക്ക്ഡൗണിലേക്ക് നമ്മളെല്ലാം മാറേണ്ടത്? നമ്മളെല്ലാം കാറെടുത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല, നമ്മളിന് ബൈക്കെടുത്ത് പുറത്തിറങ്ങേണ്ടതില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് ജോലി ചെയ്യണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ പെട്രോളിനും ഡീസലിനുമെല്ലാം വില വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണ്. ഇതിൻ്റെ പേരാണ് കഴുകുകേടെന്നത്. മുമ്പിൽ നിൽക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാം. ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എവിടുന്ന് രാജ്യത്തേക്ക് എണ്ണ വാങ്ങണം എന്ന ചോദ്യം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഞങ്ങൾ എണ്ണ തരാം എന്ന് റഷ്യ പറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്നെണ്ണ വാങ്ങണമെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അനുമതി വേണം. അമേരിക്ക പറഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ നോക്കൂ, ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞു, ഞങ്ങളിതാ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയാണ്. ആ മൂന്നാമത്തെ ശക്തിയാണ് 56 ഇഞ്ചുകാരൻ. ആ 56 ഇഞ്ചുകാരന് എവിടുന്ന് രാജ്യത്തേക്ക് പെട്രോൾ വാങ്ങണം? നിങ്ങൾ നോക്ക്, 145 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് എവിടുന്ന് പെട്രോൾ വാങ്ങണം എന്ന ചോദ്യത്തിന് ഉത്തരം, ആ പെട്രോൾ വാങ്ങണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇതാ ഞങ്ങളെ അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പെട്രോൾ വാങ്ങാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ അഫ്സൽ പറഞ്ഞല്ലോ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് നരേന്ദ്രമോദി ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്, ഒരു കാരണവശാലും കോർപ്പറേറ്റുകൾക്ക് നഷ്ടമുണ്ടാകാൻ വേണ്ടി പാടില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടം വരാൻ വേണ്ടി പോകുന്നത് ആർക്കാ? നഷ്ടം വരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്കാണ്, ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾക്കാണ്. ആ പെട്രോളിയം കമ്പനികളായിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് ഒരു നഷ്ടവും വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് എത്രയാണോ പണം കൂടുന്നത്, ആ പണം കൂടുന്നതിന് ആനുപാതികമായിട്ടില്ല അതിൻ്റെ ഇരട്ടി ഇവിടെ പണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാലോ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ്. ആ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ നമ്മുടെ നാട്ടിൽ ഒരു 80-85 രൂപക്ക് എല്ലാവർക്കും പെട്രോൾ കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് ടാക്സ് ഈടാക്കിയാലും 85 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്നാൽ അന്ന് നമ്മളെങ്ങനെയാണ് പെട്രോൾ അടിച്ചത്? അന്നും നമ്മൾ പെട്രോൾ അടിച്ചത് 100 രൂപയ്ക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് അതിഭീകരമായ നിലയിൽ ലാഭമുണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും ഈ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കോർപ്പറേറ്റുകളാണ് ഈ രാജ്യത്തെ BJP നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഇലക്ഷൻ കഴിഞ്ഞു, നാം കണ്ടു
ആ ബംഗാളിലെ ആ സംസ്ഥാനം പിടിച്ചെടുക്കാൻ ദശലക്ഷക്കണക്കിന് കോടികളാണ് BJP ഒഴുക്കിയിട്ടുള്ളത്, വോട്ടർമാർക്ക് കൊടുത്തിട്ടുള്ളത്. എവിടെ നിന്നാണ് BJPക്ക് പണം? നിങ്ങൾ നോക്കൂ, അവർ ഇലക്ഷൻ നടത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു. എവിടെ നിന്നാണ് പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ഈ പണം കൊടുക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് മേല് നോക്കുമ്പോൾ അതിൻ്റെ സംരക്ഷകനായിട്ട്, കോർപ്പറേറ്റുകളുടെ മിശിഹയായിട്ട് നരേന്ദ്രമോദി അവതരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ വില കൂട്ടിയാൽ ആരാണ് സമരം ചെയ്യുക? നിങ്ങൾ നോക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ സമരമില്ലാത്തത്? നേരത്തെ 2 രൂപ വർദ്ധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സമരമായിരുന്നല്ലോ, ഇപ്പോൾ എവിടെയാണ് സമരം? നിങ്ങൾ നോക്ക്, ഇതൊരു പ്രത്യേക നിലയിൽ കൈകാര്യം ചെയ്യുകയാണ്. എല്ലാ ദിവസവും വില ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എവിടെ സമരം ചെയ്യണം, എപ്പോൾ സമരം ചെയ്യണം? ഇതൊരു സംവിധാനമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അതിശക്തമായ സമരവുമായിട്ട് DYFI തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ നേരത്തെയും ഈ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. നേരത്തെ അഫ്സൽ പറഞ്ഞല്ലോ, ഈ പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടാകുമ്പോൾ ആ വർധനവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ആ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ സംസ്ഥാനത്തേക്ക് വരുന്നൊരു വരുമാനമുണ്ട്. ആ വരുമാനം വേണ്ടെന്ന് വെക്കാൻ VD സതീശൻ തയ്യാറാവുമോ? അത് വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരിവിടെ സമരം ചെയ്തത് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളതിന് സന്നദ്ധമാണോ? ഈ നാട്ടിലെ ജനങ്ങളുടെ കീശയെ ബാധിക്കുന്ന, ബജറ്റിനെ ബാധിക്കുന്ന ഈ അധിക നികുതി തീരുവ ഒഴിവാക്കാൻ കേരളത്തിലെ സർക്കാർ സന്നദ്ധമാണോ എന്ന ചോദ്യം DYFI മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിസാഹസമായ സമരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കും. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യമാവാത്ത നിലയ്ക്ക് നാട്ടിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഐതിഹാസികമായ സമരങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധന പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും DYFI ജില്ലാ കമ്മിറ്റിക്ക് കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.